കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പൊന്നു ഗുരുവായൂരപ്പൻ എന്ന ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു മിടുമിടുക്കനൊരു ഉണ്ണി, തടിച്ചൊരു നല്ലൊരു ഉണ്ണി കാണാൻ എന്തൊരു ഭംഗിയാണ് ചാർത്തിയത് കാണാൻ. നല്ല സന്തോഷവും കണ്ട. ആ കുഞ്ഞിക്കാലിന്മേൽ ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കണ്ട. ആ കുഞ്ഞി കുമ്പേനോളെ കിങ്ങിണി കിടക്കണം കാണാൻ തന്നെ നല്ല കൗതുക. അത്ര മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയാശ്രീലകത്ത് കഴുത്തില് നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ടുമാല ചാർത്തിയിട്ടുണ്ട്, ഒരു മാങ്ങാമാല ചാർത്തിയിട്ടുണ്ട്, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്, കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതിസുന്ദരനാണ് നമ്മുടെ ഉണ്ണിക്കണ്ണെന്ന് കാണാൻ നല്ല ഭംഗിയെ കാണാൻ. വലത്തെ കയ്യിലൊരു വെണ്ണുരുള പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കയ്യിലൊരു ഓടക്കോഴിലും പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. വെണ്ണയുണ്ട് ഓടക്കോഴിലുണ്ട് കയ്യിൽ. അത്ര കണ്ട് സന്തോഷത്തിലാണ് ഉണ്ണിക്കണ്ണൻ്റെ നിപ്പ്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റീമിൻ്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, ഒരു ആനന്ദത്തിലാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കണത്. എൻ്റെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ആനന്ദത്തിലാണ് നിൽക്കണം. നല്ല കൗതുകണ്ട് കാണാൻ നിൽക്കണ കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള മുഖം, നല്ല പുഞ്ചിരി. അലങ്കാരം കാണാൻ നല്ല കൗതുക. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ നെയ്വിളക്കിൻ്റെ ശോഭയിൽ തിലകങ്ങളും മാലകളൊക്കെ അങ്ങനെ തിളങ്ങാണ് കിടന്നിട്ട്. ഉണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി അതുപോലെ ആനന്ദത്തിലെടുക്കണ ആനന്ദക്കണ്ണ അനുഗ്രഹിക്കണേ ഞങ്ങളെ. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ തെച്ചി മാത്രമായിട്ടൊരു തിരുമുടി മാല, പിന്നെ വെളുത്ത പൂവ് മാത്രമായിട്ട് തിരുമുടി മാല, പിന്നെ വെള്ള തെച്ചി തുളസിയായിട്ടൊരു തിരുമുടി മാല, അങ്ങനെ 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒന്നെങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ നല്ല ഭംഗി, തെച്ചി ധാരാളം, ഇടയിൽ കുറേശ്ശെ തുളസിയായിട്ട് ഒരു വനമാല. മറ്റത് എങ്ങനെയാ വെച്ചാൽ താമരപ്പൂവ്, തെച്ചി, തുളസി, വെളുത്ത പൂവ് 4ഉം കൂടി അങ്ങനെ ഒരു ഉണ്ടമാല. അങ്ങനെ 2 ഭംഗിയുടെ തടിച്ച് ഉരുണ്ട ഉണ്ടമാലകൾ. ഈ മാല കെട്ടണവരെ സമയക്കണം എന്ത് ഭംഗിയായിട്ടാണ് അറിയോ മാല കെട്ടിരിക്കണം. നല്ല കൗതുകമുണ്ട് മാലകളൊക്കെ കാണാൻ. ആ മാലകളും തിരുമുടി മാലകളും ഒക്കെ കാണാൻ കൗതുകമുണ്ട്. അതിൻ്റെ നടുവിൽ നിൽക്കണ പൊന്നുണ്ണി കണ്ണനെ പറയണ്ടല്ലോ, അതിലേറെ ഭംഗിയുണ്ട്. എന്താ കണ്ണൻ്റെ പുഞ്ചിരിയോടുകൂടി വെണ്ണൂറിലെയും ഓടക്കോഴിലും പിടിച്ച് നിൽക്കണ കാണാൻ നല്ല സന്തോഷവും കണ്ടല്ലോ. അത്ര രസമായിട്ടാണ് നിൽക്കുന്നത്. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്ങനെ വെച്ചാൽ താമര മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ തെച്ചി, തുളസി, വെളുത്തപ്പൂ ഒരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂ മാത്രമായിട്ടൊരു ഉണ്ടമാല, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂ കൊണ്ടുള്ള 2 ഉണ്ടമാല, അങ്ങനെ 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ കൈവടിയരുതേ, കൂടെ ഉണ്ടാവണേ. നല്ല ഭംഗിയുണ്ട് അലങ്കാരം കാണാൻ ഉച്ചപൂജനെ. നാരായണ അനുഗ്രഹിക്കണേ. ലീലാഭാവത്തിൽ നന്ദാങ്കനവലധരനെ സ്വന്തമൊക്കെ തിരുത്തി താലോലിക്കുന്ന കണ്ടിട്ടുടനരികിലണഞ്ഞമ്മ അമ്മയെ കൊച്ചു കയ്യാൽ കാലിൽ കെട്ടിപ്പിടിച്ചങ്ങനെ വളരെ വിഷാദിച്ചു മേൽപോട്ട് നോക്കി താഴത്തായി നിന്നു കേഴും ചെറിയ ശിശുവിനെ പാവമേ കൈത്തൊഴുന്നേൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ വെണ്ണൂറിലെയും ഓടക്കോളിലും വിളിച്ചത് അത്യാനന്ദത്തിൽ നല്ല സന്തോഷത്തിൽ ഒരു ആനന്ദക്കട്ടയായിട്ട്, സച്ചിദാനന്ദ കട്ടയായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണേ. എന്തൊരു കൗതുകം അറിയോ, കണ്ടാലും മതിയാവില്ല, അത്ര രസമുണ്ട്. കൺകുളിർക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മനസ്സിലും നല്ലോണം വിചാരിച്ചിരിക്കാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദത്തിൽ വീണ കണ്ട് നമസ്കരിക്കുക. ഭക്തന്മാർക്കുള്ളതാണ് ആ തൃപ്പാദം. ആ 2 തൃപ്പാദം മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കി, പുഞ്ചിരി തൂകണ തിരുമുഖം നോക്കി, കൂടെ ഉണ്ട് ഞാൻ എന്നുള്ള ആ ഭാവ ആ നോട്ടത്തിൽ തന്നെ. ഇതിപ്പോൾ ഓരോ ഭക്തന്മാരായ നമുക്ക് അങ്ങനെ ആ കണ്ണൻ നിൽക്കണത് കേട്ടോ. ആ കണ്ണൻ്റെ 2 തൃപ്പാദം പിടിച്ച് തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ കൈവിടില്ല കേട്ടോ, കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.